വാർത്തയിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളത്തിന് മുകളിലും സമീപത്തുമായി ചക്രവാത ചുഴി നിലനിൽക്കുന്നു. ഇന്നലെ രാത്രി പലയിടത്തും മഴയുണ്ടായി. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. വിശദാംശങ്ങളുമായി മനു ഭരത് ചേരുകയാണ്. മനു, കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എന്താണ് അവിടുത്തെ കാലാവസ്ഥ? ശക്തമായ മഴ മിക്ക ജില്ലകളിലും തുടരുന്നു എന്നാണോ അറിയാൻ കഴിയുന്നത്? വടക്കൻ കേരളത്തിൽ ഇന്ന് ശക്തമായ മഴ തന്നെയാണ് പ്രവചിച്ചിരുന്നത്. ഏതായാലും ഇന്നലെ രാത്രി മുതൽ നല്ല രീതിയിൽ കണ്ണൂർ ജില്ലയിൽ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് രാവിലെ ഇപ്പോൾ ഒരല്പം മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ ഉച്ചയോടുകൂടി വീണ്ടും മഴ ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വടക്കൻ കേരളത്തിൽ, അതായത് വിദർഭ വരെ ന്യൂനമർദ്ദ പാത്തി നിലനിൽക്കുന്നുണ്ട്. ഈ ബാംഗ്ലൂർ അതുപോലെ ദക്ഷിണ കർണാടക മേഖലകളിലൊക്കെ ശക്തമായ മഴയുണ്ടാകും എന്ന നിർദ്ദേശവും അല്ലെങ്കിൽ മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ജില്ലയിലും ഇനി വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകാനുള്ള സാഹചര്യമുണ്ട്. ജില്ലാ ഭരണകൂടം അതുകൊണ്ട് തന്നെ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മലയോര മേഖലകളിൽ മണ്ണിടിച്ചലിന് സാധ്യതയുള്ള സ്ഥലങ്ങൾ, അപകട മേഖലകൾ, ഇവിടെയെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫയർ സ്റ്റേഷനുകളോടെല്ലാം സജ്ജമായി ഇരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായാലും ഇതുവരെ യാതൊരു തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല എന്നത് വലിയ ആശ്വാസം പകരുന്നു. അപ്പോൾ മഴ ശക്തി പ്രാപിക്കുന്ന സാഹചര്യത്തിൽ ഈ പഴയ വീടുകൾ, അതുപോലെ മരങ്ങൾ, ഇതൊക്കെ ഉണങ്ങി വീഴാനും അതുപോലെ ഇടിഞ്ഞു വീഴാനും ഒക്കെയുള്ള സാധ്യത ഒക്കെ മുൻകൂട്ടി കാണണം എന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിക്കുന്നുണ്ട്. ജലാശയങ്ങളുടെ സമീപത്തേക്ക് ആളുകൾ പോകരുത് എന്ന് വ്യക്തമായ നിർദ്ദേശം നൽകുന്നുണ്ട്. കുളിക്കാനും മീൻ പിടിക്കാനും പുഴ മുറിച്ച് കിടക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഈ ഘട്ടത്തിൽ ഒഴിവാക്കണം എന്ന് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നു. ഏത് അടിയന്തര സാഹചര്യത്തിലും മാറി താമസിക്കാൻ ഒക്കെയുള്ള സജ്ജീകരണങ്ങളുമായി തയ്യാറായി നിൽക്കണം. കോവിഡ് പ്രോട്ടോക്കോളുകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് വേണം ഇത്തരം ക്യാമ്പുകളിലേക്കോ മറ്റോ മാറേണ്ടി വന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ എന്നൊക്കെ വ്യക്തമായ നിർദ്ദേശം നൽകുകയാണ്. ഏതായാലും ഇപ്പോൾ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ ചെറിയ മഴയ്ക്കൊരു കുറവുണ്ട്. വൈകുന്നേരത്തോടു കൂടി ഇത് വീണ്ടും ശക്തമാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ശരി, കണ്ണൂരിൽ നിന്ന് മനു ഭരത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം. 12 ജില്ലകളിലായി 2 കോർപ്പറേഷൻ, 7 മുനിസിപ്പാലിറ്റി, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലെയും 31 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലെയും ഫലമാണ് പുറത്തുവരിക. വി അരുൺ വിശദാംശങ്ങൾ നൽകും. അരുൺ, എത്ര മണിയോടുകൂടി വോട്ടെണ്ണൽ ആരംഭിക്കും? ആദ്യ ഫലസൂചനകൾ ആദ്യ 1 മണിക്കൂറിൽ തന്നെ ലഭ്യമാകാനല്ലേ സാധ്യത? 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 42 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാകുന്നത്. ഇതൊരു പൊതുതെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഒരു കൃത്യമായ വിലയിരുത്തലാകില്ലെങ്കിൽ പോലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തിനിടയിൽ ഫലം വരുന്നത് മുന്നണികൾക്ക് ആത്മവിശ്വാസവും ആശങ്കയും വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഏതായാലും 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 42 വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ പലയിടത്തും ഭരണമാറ്റം, തദ്ദേശ സ്ഥാപനത്തിൻ്റെ മാറ്റത്തിന് കാരണമായേക്കാവുന്ന ഫലങ്ങളാകും പലയിടത്തുമുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ 4 വാർഡുകളിലാണ്, തദ്ദേശ വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ നാവായിക്കുളം പഞ്ചായത്തിലെ മരുതിക്കുന്നിൽ തിരഞ്ഞെടുപ്പ് ഫലം വളരെ നിർണായകമാണ്. നിലവിലുള്ള ഇടതുമുന്നണിയുടെ ഭരണമാണുള്ളത്. പക്ഷേ UDF ജയിച്ചാൽ ഭരണം UDFനാകും. CPMൻ്റെ അംഗം പീഡനക്കേസിൽപ്പെട്ട് ജയിലിലായിരുന്നതൊന്നാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. LDFന് 7, UDFന് 8, BJPക്ക് 5 സീറ്റുണ്ട്. LDF ജയിച്ചാൽ ഭരണം തുടരാം, അല്ലെങ്കിൽ UDFന് അവിടെ ഭരണം ലഭിക്കും. തിരുവനന്തപുരത്ത് തന്നെ നെയ്യാറ്റിൻകര, അതിയന്നൂർ, കണ്ണറവിള വാർഡിലും ഇത്തരത്തിൽ UDFന് ഭരണത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു അവസരമുണ്ട്. ഇവിടെ UDF ഭരണം കേവല ഭൂരിപക്ഷം കിട്ടാൻ ഒരു അവസരമുണ്ട്. അവിടെ UDFൻ്റെ ഭരണം തന്നെയാണ്. CPMൻ്റെ അംഗം മരിച്ചേരത്തുനിന്ന് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നു. അവിടെ UDF ജയിച്ചാൽ അവർക്ക് കേവല ഭൂരിപക്ഷമാകും, അനായാസം ഭരിക്കാനാകും. തിരുവനന്തപുരത്തെ മറ്റ് 2 വാർഡുകളിലും തിരഞ്ഞെടുപ്പ് ഫലം ഭരണത്തെ സ്വാധീനിക്കില്ല. മറ്റു പ്രധാനപ്പെട്ട ഒരു ജില്ലയുള്ള ഫലം തീരുമാനിക്കപ്പെടുന്നത് ഏറ്റുമാനൂരാണ്. ഏറ്റുമാനൂർ ഇപ്പോൾ UDF ഭരിക്കുന്ന നഗരസഭയാണ്. ഇവിടെ ഭരണമാറ്റം ഉണ്ടാവില്ലേ എന്നത് ഈ ഫലത്തിൽ അറിയാം. കണ്ണൂരിലും ഇത്തരത്തിൽ ഭരണമാറ്റത്തിന് കാരണമായേക്കാവുന്ന ഫലം വരാനിരിക്കുന്നു. ഏതായാലും വളരെ നിർണായകമായ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ്. 42 വാർഡുകളുടെ ഉപതെരഞ്ഞെടുപ്പ് ഫലമാണ് 10 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ ഏകദേശ ചിത്രം തെളിയും. ശരി, വി അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇനി പ്രചാരണ ആവേശത്തിൽ തൃക്കാക്കര.
തൃക്കാക്കരയിൽ പ്രചാരണം മൂന്നാം ഘട്ടം പിന്നിടുമ്പോൾ വിവാദമായി മുഖ്യമന്ത്രിക്കെതിരെയുള്ള കെപിസിസി അധ്യക്ഷൻ കെ സുധാകരന്റെ പരാമർശത്തിനെതിരെ LDF രംഗത്ത് വന്നതോടെ മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞത് ഉപമ മാത്രമെന്നാണ് കെപിസിസി പ്രസിഡന്റിന്റെ വിശദീകരണം. ചങ്ങല പൊട്ടിയ നായയെ പോലെയാണ് മുഖ്യമന്ത്രിയെന്ന കെ സുധാകരന്റെ പരാമർശമാണ് വിവാദമായത്. ഇതിനെതിരെ LDF രംഗത്ത് വന്നതോടെ വിവാദം കൊഴുത്തു. മുഖ്യമന്ത്രിക്കെതിരെ വിവാദ പരാമർശം നടത്തിയ സുധാകരനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി LDF കൺവീനർ EP ജയരാജൻ തന്നെ നേരിട്ട് രംഗത്ത് വന്നു. ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ പോലും ഉപയോഗിക്കാൻ പാടില്ലാത്ത സംസ്കാരശൂന്യമായ വാക്കുകളും നടപടികളുമാണ് സ്വീകരിച്ചത്. സുധാകരൻ നടത്തിയിട്ടുള്ള ഈ പ്രസ്താവനയുടെ മേലെ KPCC പ്രസിഡന്റിന് നേരെ നടപടി സ്വീകരിക്കണം, നിയമ നടപടി സ്വീകരിക്കണം, അറസ്റ്റ് ചെയ്ത് നടപടികൾ സ്വീകരിക്കണം. പരാമർശം വിവാദമായതോടെ കൂടുതൽ വിശദീകരണവുമായി സുധാകരൻ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി നായയാണെന്നല്ല താൻ പറഞ്ഞതെന്നും ചങ്ങല പൊട്ടിയ നായ എന്നത് മലബാറിലുള്ള ഒരു ഉപമയാണെന്നും സുധാകരൻ വിശദീകരിച്ചു. അങ്ങനെ മുഖ്യമന്ത്രിക്ക് തോന്നുന്നെങ്കിൽ പരാമർശം പിൻവലിക്കുന്നു, ഭരണ സംവിധാനം ദുരുപയോഗം ചെയ്തതിനെ കുറ്റപ്പെടുത്തുകയാണ് താൻ ചെയ്തതെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെ കൂടുതൽ നേതാക്കൾ കൂടി രംഗത്ത് വന്നതോടെ വ്യക്തിപരമായ ആരോപണങ്ങൾക്കാകും തൃക്കാക്കര വേദിയാവുക. ന്യൂസ് 18 കൊച്ചി. തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടറുടെ വിവാദ നിയമനം പിൻവലിച്ചു. ആരോപണ വിധേയയായ ഉദ്യോഗസ്ഥയെ നിയമിച്ചതിനെതിരെ UDF പരാതി നൽകിയിരുന്നു. അനിതാകുമാരിക്ക് പകരം വയനാട് ഡെപ്യൂട്ടി കളക്ടർ നിർമ്മൽ കുമാറിനെയാണ് നിയമിച്ചത്. TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, എന്താണ് വിശദാംശങ്ങൾ? നേരത്തെ സൂചിപ്പിച്ച പോലെ UDF ഈ വിഷയത്തിൽ വലിയ പരാതി ഉന്നയിച്ചിരുന്നു. കാരണം ഈ അനിതാകുമാരി എന്ന ഉദ്യോഗസ്ഥ ഇലക്ഷൻ കമ്മീഷണറായി നിയോഗിച്ച ഉദ്യോഗസ്ഥയ്ക്കെതിരെ നേരത്തെയും ആരോപണമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ക്രമക്കേട് സംബന്ധിച്ച് അവർക്കെതിരെ നേരത്തെയും പരാതികൾ ഉയർന്നതാണ്. അതുകൊണ്ട് അവരെ നിയമിക്കുന്നത് രാഷ്ട്രീയമായ മറ്റു ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് എന്നതായിരുന്നു ആരോപണം. ഇതിനെതിരെ UDF തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഒടുവിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സർക്കാരുമായി ബന്ധപ്പെടുകയും അത്തരം ആ നിയമനം റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇതനുസരിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകിട്ട് ഈ നിയമനം റദ്ദാക്കിക്കൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. വയനാട് ഡെപ്യൂട്ടി കമ്മീഷണർ നിർമ്മൽ കുമാറിനെയാണ് എറണാകുളത്തേക്ക് പുതിയതായി നിയോഗിച്ചിരിക്കുന്നത്. അനിതാകുമാരിയെ ഇലക്ഷന്റെ ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. തൃക്കാക്കരയിൽ മൂന്നാം ഘട്ട പ്രചാരണം മുറുകിയതോടെ പ്രധാന നേതാക്കളെല്ലാം മണ്ഡലത്തിലുണ്ട്. ഇതിനൊപ്പം തന്നെ ഇന്ന് കൊച്ചി കോർപ്പറേഷനിലെ 62-ാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പ് ഫലവും ഇന്നുണ്ടാകും. ഭരണത്തെ ബാധിക്കുന്നതല്ലെങ്കിലും കോർപ്പറേഷൻ ഫലവും തൃക്കാക്കരയിൽ വരും ദിവസങ്ങളിൽ പ്രചാരണ വിഷയമായേക്കും. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ട്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടുതൽ സജീവമാകുമ്പോൾ ഇന്ന് നമുക്കൊപ്പം UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ആണുള്ളത്. എങ്ങനെ പോകുന്നു പ്രചരണമൊക്കെ? ഏത് തലത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്? വളരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ദിവസം ചെല്ലുന്തോറും ആത്മവിശ്വാസം കൂടി വരുന്നു. തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. കുറച്ച് സ്ഥലങ്ങളിലും കൂടി പോകാനുണ്ട്. എല്ലാം ഓടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വാഹന പര്യടനവും തുടങ്ങി. അപ്പോൾ എല്ലാം കൂടി ഉച്ചയ്ക്ക് ശേഷം അതും രാവിലെ പരമാവധി ആൾക്കാരെ നേരിട്ട് കാണാനുമായിട്ടുള്ള ശ്രമമാണ്. അടുക്കും ചിട്ടയോടും കൂടി വളരെ വൃത്തിയായിട്ട് ഞങ്ങളുടെ പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പര്യടനത്തിനൊപ്പം ആളുകളെ കാണുന്നുണ്ടല്ലോ, ഇപ്പോഴും നേരിട്ട് കണ്ട് അഭ്യർത്ഥിക്കുന്നത് നടക്കുന്നുണ്ട്. ഉച്ചവരെ സമയമുണ്ടല്ലോ, ഉച്ച കഴിഞ്ഞിട്ടാണല്ലോ. അപ്പം അത് കാരണം രാവിലെ 7 മണി മുതൽ തുടങ്ങും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഇതിന് പര്യടനത്തിന് പോകുന്നത്. ആദ്യത്തെ നിലയൊക്കെ മാറി. ഈ ആദ്യം ഒരു അപരിചിതയായിട്ട് എത്തി മത്സരത്തിന്, ഇപ്പോൾ കൂടുതൽ മത്സരം കടുക്കുന്നു. പ്രചാരണങ്ങൾ വരുന്നു, മറ്റ് നേതാക്കൾ വരുന്നു, ഈ മുതിർന്ന നേതാക്കൾ വരുന്നു, പാർട്ടിയുടെ ഉമ്മൻചാണ്ടി പോലുള്ള വലിയ ആൾക്കാർ വരുന്നു. ആ ഒരു സ്റ്റേജ് വരുമ്പോൾ എങ്ങനെയാണ്? ആദ്യം മുതൽ എനിക്ക് ഈ മണ്ഡലത്തിലൊരു അപരിചിതയാണെന്ന് തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ PTയുടെ കൂടെ ഞാൻ എന്നും PTക്ക് വേണ്ടിയിട്ട് ഇലക്ഷന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തൃക്കാക്കരക്കാരെ ഒരുപാട് അറിയാം. പിന്നെ നേരിട്ട് എനിക്ക് ഇത്രയും നാൾ ഞാൻ PTക്ക് വേണ്ടി വോട്ട് ചോദിച്ചിരുന്നയാൾ ഞാനിപ്പോൾ എനിക്ക് വേണ്ടി ചോദിക്കുകയാണ്. അത്രമാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് തൃക്കാക്കരക്കാർ തീർച്ചയായിട്ടും എന്നെ സഹായിക്കാതിരിക്കില്ല. തൃക്കാക്കര ഒപ്പമുണ്ട്, ഒരുമിച്ചുണ്ട്, എൻ്റെ കൂടെയാണ്. മറുവശത്ത് മന്ത്രിമാര്, MP-മാര്, MLA-മാര് വീടുകൾ കയറുന്നു, വീടുകളിൽ ഇരുന്ന് വോട്ട് തേടുന്നു. അങ്ങനെ ഭയങ്കര കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ക്യാമ്പയിൻ മുഖ്യമന്ത്രി നേരിട്ടാണ് സ്ഥലത്ത് ക്യാമ്പ് ചെയ്ത് ഏകോപിപ്പിക്കുന്നത്. ഞാൻ എതിർപക്ഷത്ത് ആരുണ്ട് എന്നുള്ളത് എനിക്കൊരു പ്രശ്നമല്ല. ഞങ്ങൾ സ്ഥാനമാനങ്ങൾ ഉള്ളവർ മുതൽ ഇല്ലാത്തവർ മുതൽ നേതാക്കന്മാർ വരെ ഒത്തൊരുമിച്ച് ഒരൊറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ശക്തിനെ ആർക്കും ദുർബലപ്പെടുത്താനാവില്ല, ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല.
ഈ കേരളയിലൊക്കെ ഒരു പിന്നോക്കം പോക്ക് സർക്കാർ നടത്തി കഴിഞ്ഞു. ഈ സർവേ, ഭൂമിയിലൂടെയുള്ള സർവേ അവസാനിച്ചു. GPS ഇതൊക്കെ നിങ്ങളുടെ നിലപാടുകൾക്ക്, നിങ്ങൾ നടത്തിയ വിഷയങ്ങൾക്കുള്ള ഒരു അംഗീകാരമായി കരുതുന്നു? എന്തായാലും വളരെ നന്നായി. വളരെ വൈകിയാണെങ്കിൽ അദ്ദേഹത്തിന് വിവേകം ഉണ്ടായല്ലോ, അതൊക്കെ നല്ലത് തന്നെ. എന്തായാലും ഞങ്ങളുടെ വികസന സ്വപ്നങ്ങളുമായിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നത്. മറ്റുള്ളതിനൊന്നും ഞാൻ കമന്റ് ചെയ്യുന്നില്ല. ഇന്നലെ ഇപ്പം മറ്റൊരു ഇതുണ്ട്, ഈ KPCC പ്രസിഡന്റ് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരുന്നു. ഇതൊക്കെ എന്തെങ്കിലും രീതി ശ്രദ്ധിക്കാറുണ്ടോ? ഇതിനെയൊക്കെ എങ്ങനെ കാണുന്നു? ഇത്തരം വാക്കുകൾ കൊണ്ടുള്ള കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ വരാൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറച്ചിലൊക്കെ അതാത് ആൾക്കാർ തന്നെ മറുപടി പറഞ്ഞോളും. ഞാൻ അതിൽ ഇന്റർഫിയർ ചെയ്യണില്ല. ഞാനിപ്പോൾ വോട്ട് ചോദിക്കുന്നു, വോട്ട് തേടുന്നു, കൂടുതൽ ആൾക്കാരെ കൂടെ കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അതുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും പ്രചരണ രംഗത്ത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഉമാ തോമസ് മുന്നോട്ട് നീങ്ങുന്നത്. നേതാക്കൾ തമ്മിലുള്ള വാക്പോരിന് താൻ മറുപടി പറയുന്നില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉണ്ടാവും. കേരളയിൽ നിന്ന് സർക്കാർ പിന്നോട്ട് വന്നത് വൈകിയെങ്കിലും എത്തിയ വിവേകമെന്നും ഉമാ തോമസ് പറയുന്നു. ഇടവേള. വാർത്തയിലേക്ക്. വിദ്യാർത്ഥിനിക്ക് പൊതുവേദിയിൽ വിലക്കേർപ്പെടുത്തിയ സമസ്തയെ വിമർശിച്ച് ജസ്റ്റിസ് കെ ചന്ദ്രു. സ്ത്രീകളോട് വിവേചനപരമായി പെരുമാറാൻ ഒരു സാമുദായിക നേതാവിനും അവകാശമില്ല. സമൂഹത്തിൽ ലിംഗസമത്വവും സ്ത്രീ സംരക്ഷണവും ഉറപ്പാക്കണം. സമസ്തവേദിയിൽ പെൺകുട്ടിക്ക് വിലക്കേർപ്പെടുത്തിയ നടപടിയെ ശക്തമായി അപലപിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും ജസ്റ്റിസ് ചന്ദ്രു ന്യൂസ് 18നോട് പറഞ്ഞു. രാജ്യദ്രോഹ നിയമം മാത്രമല്ല, UAP അടക്കമുള്ള കരിനിയമങ്ങളും റദ്ദാക്കണം. കർണാടകയെ BJP വിദ്വേഷം പരത്താനുള്ള പരീക്ഷണശാലയായി ഉപയോഗിക്കുകയാണെന്നും ഹിജാബ് നിരോധനം ചൂണ്ടിക്കാട്ടി ജസ്റ്റിസ് കെ ചന്ദ്രു വിമർശിച്ചു. SS ശരണിന്റെ റിപ്പോർട്ട്. തമിഴ് സിനിമയായ ജയ് ഭീം പുറത്തിറങ്ങിയതിന് പിന്നാലെ ലോകശ്രദ്ധ ആർജിച്ച വ്യക്തിത്വമാണ് ജസ്റ്റിസ് കെ ചന്ദ്രു. ജസ്റ്റിസ് കെ ചന്ദ്രു തിരുവനന്തപുരത്തെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയിരിക്കുകയാണ്. ഏതായാലും അദ്ദേഹത്തോട് സമീപകാലത്ത് ഉണ്ടായ വിഷയങ്ങൾ നമുക്ക് പ്രതികരണം തേടാം. സർ, മലപ്പുറത്ത് ഉണ്ടായ സംഭവം സാറിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അതായത് സമസ്ത വേദിയിൽ സമസ്ത നേതാവ് പെൺകുട്ടിക്ക് വിലക്കേർപ്പെടുത്തുന്നു. ഇതിനെങ്ങനെയാണ് സർ കാണുന്നത്? Constitution gives equality and equal protection law irrespective of gender, and Article 15(2) prohibits any kind of discrimination against women, and there is a fundamental duty under 51A which says all obscurantic practices against women must be shed. If these are all the constitutional right and the constitutional duty, I do not think any political leader or any religious leader can say that women are only to be kept at home and cannot come out in the open. It's all a wrong thing. It's an obscurantic idea which is have no sanction in law. And secondly, gender justice is an underlying principle in this country, and nobody can put women in the backyard. And I don't think there is any religious sanction behind it. Even if there is, the Constitution is a paramount document which overrides all other obscurantic ideas. Here the governor says a case should be registered against the Samastha leader. How do you reply to that? Merely because expressing views, if you start putting people, there are crores of people in this country who have similar views. So what is required is the other people who must come out strongly to condemn such practices and support women to come forward to participate in public life. That's the only way. It requires a public censure rather than criminalizing people, because there are similar views are held by them. Even some women have such views also. You don't pounce on such people, but it's too late for them to say such things in the teeth of constitutional provisions. Sir, recently Karnataka High Court banned hijab in the schools. Actually, there's a right to education. So how do you look into the verdict? Actually, it has nothing to do with the High Court. It is a BJP government which wants to bring new rules so that they can isolate people on the basis of religion. So suddenly they made a uniform law which did not prescribe hijab as a permissible attire. Now, when they bring the law, that was challenged in court, and a full bench of the Karnataka High Court held it's valid. Now matter is in Supreme Court. Supreme Court did not grant stay. The result is number of girls could not go to school, and statistics show there are 20,000 girls who have not written 10th standard examination. Now this is such a foolish thing, because one is religious ideas being used to split people, to bring hatred cannot be allowed. Now BJP uses Karnataka as a laboratory to experiment on this hate politics
so that they can expand to the other southern states. I do not think their tactics will survive or succeed in Kerala or in Tamil Nadu. They are more advanced state. And when there is a right to education, which is a fundamental right, the girls will have to be in school. Whatever dress they wear is irrelevant. You cannot, in the name of uniform, prevent girls from coming to school. So you think there is a conspiracy behind the decision? It is a BJP experimentary laboratory. Unfortunately, the Supreme Court could not decide faster, and the full bench judgment of the Kerala High Court is fully wrong. It's not consistent with the Constitution. Recently, Supreme Court raised so many questions regarding sedition law, and court revoked the sedition law. Government wanted to have time to relook on the matter. I do not understand what is the word relook, but court wanted to adjourn the matter by giving time. This is what government wanted. Now government can decide, we want the law. Then the court will have to hear the main case. Government may decide, we do not want the law. Then the court case is failure. Government may amend the law much more sinister. Then again we will have to have a fresh challenge. I think this is the entire thing is only sidetracking the main issue. Subsequent to the Indian Penal Code, there are several criminal laws which are much worse than this. UAPA Act, Unlawful Activities Prevention Act, is one example where people can be detained without bail. People can be sent to jail without even charge sheet being filed eternally. Now even in the Bhima Goregan case, 13 people are inside. Now instead of fighting for repeal of all black laws, getting joy over 124A limited stay is not a correct thing. Ultimately, 124A stays or not, there are much worse criminal laws in India. We will have to seek for repeal of those laws. There are a lot of cases pending in the courts. How this is going to affect the proceedings? Now, pendency of cases and backlog is another worrying factor, because all over India there are 4.41 million cases are pending. Supreme Court 72,000 cases are pending. Now, pendency has a different dimension. Now, some people are saying increase the number of judges, it will get reduced, it will not get reduced. We will have to find ways and means by which the pendency can be reduced so that quick justice, timely justice will be given to people. Instead of giving timely justice, you are only thinking of artificial solutions. Artificial solutions will not bring down. For example, in my tenure as a judge for 6 years and 7 months, I was able to dispose of 96,000 cases. Nobody has ever asked me, how did you do it? Because they are not interested at all. Everybody is interested in their office and then the perks attached to the office, but not the fundamental issue. Why? One simple example. The court work only half the year only. 185 days, 200 days they work. The rest of the days go on holiday. Now 2 years the courts were closed due to pandemic. They are still having summer vacation now. Well, already you had enjoyed vacation enough. Why can't they work during the vacation? They are not interested in giving up their own perks, their own enjoyment of vacation. Now, if you say you work more, they say we are too tired, we are working very hard. If you are working hard, why is there so much pendency? Therefore, the experts on this field will have to discuss and find ways and means to reduce the pendency. And you must appoint quality judges, not all kinds of judges on irrelevant consideration. Therefore, there are so many other suggestions have come from many expert committees, but they are not looking into those committees. Thank you so much, sir, for joining with us. Bye. ഡീസലിന് അധിക വില ഈടാക്കുന്നതിനെതിരെ KSRTC സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് എസ് അബ്ദുൽ നസീർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജിയിൽ വാദം കേൾക്കുക. വിപണി വിലയേക്കാൾ അധികം തുക ഈടാക്കുന്ന പൊതുമേഖല എണ്ണ കമ്പനികളുടെ നടപടി തടയണമെന്നാണ് ആവശ്യം. എണ്ണ കമ്പനികൾ KSRTCക്ക് വിപണി വിലയ്ക്ക് ഡീസൽ നൽകണമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് നടപടി അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. വിപണി വിലയേക്കാൾ ലിറ്ററിന് 21 രൂപയിലധികമാണ് എണ്ണ കമ്പനികൾ ഈടാക്കുന്നത്. രാജീവ് ഗാന്ധി വധക്കേസ് പ്രതി പേരറിവാളന്റെ മോചനം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. മോചനത്തിന് അനുമതി നൽകാൻ രാഷ്ട്രപതിക്കാണ് അധികാരമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരുന്നു. 32 വർഷത്തെ ജയിൽ വാസവും നല്ല നടപ്പും പരിഗണിച്ച് പേരറിവാളിന് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. 1999 രാജീവ് ഗാന്ധി വധക്കേസിൽ പേരറിവാളൻ അറസ്റ്റിലായത്. അന്ന് 19 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2014 സുപ്രീംകോടതി വധശിക്ഷ ഇളവ് ചെയ്ത് ജീവപര്യന്തമാക്കി കുറച്ചു.
പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ മരുന്ന് മാറി നൽകി വയോധികൻ മരിച്ചതായി പരാതി. ഇടമൺ സ്വദേശി ആനന്ദനാണ് മരിച്ചത്. ആനന്ദന്റെ പേരിനോട് സാമ്യമുള്ളയാളുടെ മരുന്ന് മാറി നൽകിയതാണ് മരണകാരണമെന്ന് ബന്ധുക്കൾ ആരോപിച്ചു. കാല് മുറിഞ്ഞ് ഇരുന്നിട്ടായിട്ട് കാല് അതായത് സാധാരണ ചോർന്ന് മുട്ടുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. അത് ചോർന്ന് മുട്ട 2 മണിക്ക് ഇവിടെ 3 മണിക്ക് ഇവിടെ കൊണ്ടുവന്ന് ഒരേ പേരിൽ 2 പേഷ്യൻ്റ് വന്നു. വേറൊരു ആനന്ദം വന്നു. ആ ആനന്ദം ഷോക്ക് വന്നായിരുന്നു. ഇത് ഞാൻ അച്ഛനെ കൊണ്ട് വന്നത് കാല് മുറിഞ്ഞതിന്. ഈ പേര് മാറി ആ ഷോക്ക് വന്ന പേഷ്യന്റ് 12 ഗുളിക അച്ഛനെടുത്താൽ കൊടുത്തു. അതാണ് സംഭവിച്ചത്. വൈദ്യൻ കൊലക്കേസ് പ്രതികളായ ഷെബിൻ അഷ്റഫ്, ഷൈബിൻ അഷ്റഫ്, ഷിഹാബുദ്ദീൻ, നിഷാദ് എന്നിവരെ ഇന്ന് വയനാട്ടിലെത്തിച്ച് തെളിവെടുക്കും. കേസിന്റെ ഗൂഢാലോചന വയനാട്ടിലാണ് നടന്നത്. പ്രതികളെ 7 ദിവസമാണ് കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തത്. വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്താനാണ് നീക്കം. കേസിലെ മറ്റൊരു പ്രതിയായ നൌഷാദിന്റെ തെളിവെടുപ്പ് പൂർത്തിയായി. തിരുവനന്തപുരം മുട്ടട ഗ്രീൻ വാലി ചെറുകോട് വീട്ടിൽ KSEB റിട്ടയേർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ K. അയ്യപ്പൻ നായർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. K. ചന്ദ്രകുമാരിയാണ് ഭാര്യ. കേരള കൗമുദി ഡെപ്യൂട്ടി എഡിറ്റർ AC റജി, AC താര, AC രശ്മി എന്നിവർ മക്കളാണ്. മലയാള മനോരമ സീനിയർ അസിസ്റ്റന്റ് എഡിറ്റർ വിനീത ഗോപി, VSSCയിലെ ശാസ്ത്രജ്ഞൻ PV അനിൽകുമാർ, മാതൃഭൂമി സീനിയർ ന്യൂസ് എഡിറ്റർ S. പ്രകാശ് എന്നിവർ മരുമക്കളാണ്. സംസ്കാരം ഇന്ന് വൈകുന്നേരം 3-ന് ശാന്തി കവാടത്തിൽ നടക്കും.